السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. الله سبحانه وتعالى യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ജീവിതം കൊണ്ട് ദുനിയാവും ആഖിറവും സമ്പാദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രഭാത ചിന്തകളിൽ നമ്മുടെ ചിന്തകൾ ഉണർത്തുന്ന വിഷയങ്ങൾ, അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് മരണചിന്തകളെ കുറിച്ചുള്ള ഉണർത്തുകളാണ്. വഅദുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വഅദ് മരണത്തെക്കുറിച്ചുള്ള വഅദാണല്ലോ. ഭൗതിക ലോകത്ത് നമ്മുടെ വീടും സൗകര്യങ്ങളും സന്താനങ്ങളുമെല്ലാം നമുക്ക് ഏൽപ്പിക്കപ്പെട്ട ഒരു അമാനത്ത്, ഒരു വദിയത്ത് സ്വത്താണ്. സൂക്ഷിപ്പ് മുതൽ എന്നർത്ഥം. ഒരാളുടെ അടുക്കൽ ഒരു വസ്തു സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്താൽ അയാൾക്ക് ആവശ്യം വരുമ്പോൾ അത് തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹം അത് ചോദിച്ചു വരും. അക്കാര്യം ഉറപ്പാണ്. ഇതുപോലെ ദുനിയാവിൽ നമ്മുടെ അടുക്കൽ നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിന്റെ സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്. അതൊക്കെ അള്ളാഹു നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക റാഹിലു വസാരിഇ ഇലൽ ഖൈറാത്തി ഫിമൻ യുസാരിഉ ഫമൽ മാലു വൽ അഹ്ലൂന ഇല്ലാ വദീഅത്തുൻ വലാ ബുദ്ദ യൗമൻ അൻ തുറദ്ദൽ വദാഇഉ. കുടുംബങ്ങളും സമ്പത്തുക്കളും ഒക്കെ അള്ളാഹു നമുക്ക് ഏൽപ്പിച്ച സൂക്ഷിപ്പ് സ്വത്തുക്കളാണ്. വലാ ബുദ്ദ യൗമൻ അൻ തുറദ്ദൽ വദാഇഉ. ഒരു ദിവസം ആ സൂക്ഷിപ്പ് സ്വത്തുക്കളൊക്കെ തിരിച്ചു കൊടുക്കണമെന്ന യാഥാർത്ഥ്യം സത്യമാണ്. അപ്പോൾ ഇതെല്ലാ കാലവും നമുക്ക് ലഭിക്കുമെന്ന ഓർമ്മയോട് കൂടിയുള്ള നമ്മുടെ ഓട്ടം പാച്ചിൽ അത് വെറുതെയാണ്. അതുകൊണ്ട് തന്നെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യൻ അവന്റെ ജീവിത യാഥാർത്ഥ്യത്തെ കുറിച്ച് ബോധ്യപ്പെടുത്താനായി ഇടയ്ക്കിടെ അവരോട് മരണചിന്തയിലായി ജീവിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. സർവ്വ ആനന്ദങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന, നശിപ്പിച്ചു കളയുന്ന മരണമാകുന്ന ആ സംഭവത്തെക്കുറിച്ച് നിങ്ങൾ നിരന്തരം ഓർത്തുകൊണ്ടിരിക്കണം. മരണസ്മരണ മനുഷ്യനെ ധർമ്മചിന്തയിലേക്കും സദാചാര ബോധത്തിലേക്കും നയിക്കും. മരണചിന്ത മനുഷ്യനെ അസൂയയിൽ നിന്നും, അഹങ്കാരത്തിൽ നിന്നും, ലോകമാന്യത്തിൽ നിന്നും, സർവഹൃദയ മാലിന്യം ഉള്ള സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ അകറ്റി നിർത്തും. വ്യക്തിത്വം സംശുദ്ധമാകും. സഹജീവികളോട് കരുണയും ദയയും ഉണ്ടാവും. മനുഷ്യർക്കുണ്ടാവേണ്ട ഉന്നതമായ മൂല്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ സമ്പാദിക്കാൻ മരണചിന്ത നമ്മെ പ്രേരിപ്പിക്കും. കാരണം മരണമെന്ന ചിന്ത ഓർമ്മയില്ലാതിരിക്കുമ്പോഴാണ് എല്ലാ ദുസ്വഭാവങ്ങളും മനസ്സിൽ കടന്നുകൂടുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മഹത്തായ ഉപദേശമായി മരണചിന്തയെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. എനിക്ക് മരിക്കണമല്ലോ എന്ന ഓർമ്മ ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അവന് പിന്നെ സഹജീവികളെ ആക്രമിക്കാനും സഹജീവികളെ തോൽപ്പിക്കാനും അനർഹമായത് വെട്ടിപ്പിടിക്കാനുമുള്ള സമയവും സന്ദർഭവും ഉണ്ടാവില്ല. എപ്പോഴാണ് മരിക്കുക, എന്നാണ് മരണജീവിതം ആരംഭിക്കുക എന്ന ബോധ്യം ഒരാൾക്കുമില്ലാത്തതിനാൽ എല്ലാ നിമിഷവും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കണമെന്നാണ് ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. അതുകൊണ്ട് നമ്മുടെ ചിന്ത, നമ്മുടെ ജീവിതം, നമ്മുടെ സെക്കൻഡുകൾ, ഓരോ നിമിഷവും അത് മരണചിന്തയിലായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കണമെന്ന ഓർമ്മയുള്ള ആളുകൾക്ക് ഒരുപാട് സന്തോഷങ്ങളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്.
വിദ്യാർത്ഥികളായ ആളുകളല്ലാത്ത എല്ലാ ആളുകൾക്കും മരണചിന്ത പ്രത്യേകം സുന്നത്താണ്. വിദ്യാർത്ഥികൾ, പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ ഈ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠന വിഷയത്തിൽ അത്ര താല്പര്യമുണ്ടാവില്ല. പഠനം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട വിഷയമാണല്ലോ, ഇൽമ്. അത് ഭൂമി ലോകത്തുള്ള സർവ്വ സമ്പത്തുകളെക്കാളും ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒരു വിഷയമാണ് ഇൽമ്. ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു എല്ലാം വാരിക്കോരി കൊടുത്തു. എന്തെല്ലാം കൊടുത്തു? കൊടുക്കാത്തതൊന്നുമില്ല. പക്ഷേ ആ കൊടുത്തതിനെ പറ്റിയൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും എനിക്കത് വർദ്ധിപ്പിച്ചുകൊണ്ടാ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അള്ളാഹു തആല പറയുകയാണ് ഹബീബായ നബിയോട്, വഖുർ റബ്ബി സിദ്നി ഇൽമാ, അള്ളാഹുവേ എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചുകൊണ്ടാ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോ ഇൽമാണ് ലോകത്തെ ഏറ്റവും വർദ്ധിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടാൻ പര്യാപ്തമായ ഒരു വിഷയമെന്ന് അള്ളാഹു നമ്മെ ഈ വിഷയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അത്രയും പ്രധാനമർഹിക്കുന്ന ഇൽമ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ മരണചിന്തയിൽ നിന്നും ഒരു വിട്ടൊഴിവുള്ളൂ. ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും മരണചിന്ത പ്രധാനമായൊരു സുന്നത്തായി ഇസ്ലാം കൽപ്പിച്ചിരിക്കുകയാണ്. മരണചിന്ത ഉണ്ടാകുമ്പോൾ നമ്മുടെ വ്യക്തിത്വം തിളങ്ങുകയും നമ്മുടെ കറകളും മാലിന്യങ്ങളും ഒക്കെ ഓടിപ്പോവുകയും നമുക്ക് ഒരു ലക്ഷ്യബോധം വരികയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ ഓർക്കുന്നവരിലും അതിനുവേണ്ടി തയ്യാറെടുക്കുന്നവരിലും അങ്ങനെ സന്തോഷപൂർവ്വം മരിക്കുന്നവരിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും